മകനെ നഷ്ടപ്പെട്ടു. എന്തേതേം ചെയ്ത് സാധാരണ മക്കളെ നഷ്ടപ്പെട്ട എന്തൊക്കെ ചെയ്യും? കുഞ്ഞാമനത്താ നിങ്ങളെ മോനെ കാണാനില്ല, എന്റെ ബദരീങ്ങളെ എന്നാ പറയാ, എന്റെ ഊദീങ്ങളെ, എന്റെ മൊയ്തീശേ, മമ്പ്രന്നങ്ങളെ, ഉള്ളാറുന്നങ്ങളെ എന്നാ പറയാ അല്ലേ? കുട്ടിനെ കാണില്ല പറഞ്ഞാൽ അങ്ങനല്ലേ? തൊട്ടിലാട്ടുമ്പോ പോലും തൊട്ടില് കുട്ടിയാലാരാ വിളിക്കല്? പണ്ടൊക്കെ അങ്ങനെയല്ലേനു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിങ്ങനെ പാടുന്നതിനിടെ തൊട്ടിൽ പൊട്ടിയാലോ ഇന്റെ ബദരീങ്ങളെ. അപ്പൊ തൊട്ടിൽ കിടക്കണ കുഞ്ഞെന്താ വിചാരിക്കറിയോ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ബദരീങ്ങളല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നാണ്. മനസ്സിലായോ? നേരെ മറിച്ച് ഒരു മുജാഹിദ് കുടുംബത്തിലെ പെണ്ണാണെങ്കിലോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ തൊട്ടിൽ പൊട്ടിയാലോ അല്ലാഹുവേ എന്റെ കുട്ടി. അപ്പൊ കുട്ടി മനസ്സിലായില്ല, അല്ലല്ലാത്തൊരു ഇലാഹ് വേറല്ല. അതാ വ്യത്യാസം. തൊട്ടിൽ തന്നെ കുട്ടി കേൾക്കണ മൊയ്തീശേനെ വിളിക്കണ. മാത്രമല്ല കുട്ടി മൂത്രയിച്ചാലോ, കുട്ടി മൂത്രയിച്ചാലേ അതിൽ ചവിട്ടാണ് അല്ലേ എന്നത്, അല്ലേ അള്ളാനെ വിളിക്കുക. നേരെ വെച്ച് കുട്ടി തൊട്ടിലെ പറ്റി വീഴുകയാണെങ്കിലോ എന്റെ മൊയ്തീശേ. വലിയ വലിയ കാര്യത്തിനൊക്കെ മൊയ്തീശേ, തീട്ടത്തിലും മൂത്രത്തിലും ചവിട്ടിയ അള്ള. അങ്ങനെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. ഒരു മൂത്രയിച്ചാലും ചവിട്ടി അല്ലേ. നേരെ വെച്ചൊരു കുട്ടി വീണാലോ മൊയ്തീശേ. അങ്ങനല്ലേ കൗമ്? അങ്ങനല്ലേ കൗമ്? അങ്ങനെയാ കൗമ്. എന്തേ അങ്ങനെ രൂപപ്പെട്ടത്? അവിടെയാണ് യാക്കൂബ് നബിക്ക് മകനെ നഷ്ടപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാ ഖുർആൻ ഇത് വിശദീകരിക്കണേ? നമുക്കൊരു മോനെ നഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കണം യാക്കൂബ് നബിയിലൂടെ. എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ കൽപ്പന പ്രകാരം നാം തിരഞ്ഞെടുത്തയച്ച പ്രവാചകന്മാർ നിങ്ങളുടെ റോൾ മോഡലുകൾ. ആ പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരണം, അവരുടെ മാതൃകകൾ സ്വീകരിക്കണം. അവരെ നിങ്ങളുടെ റോൾ മോഡൽ അല്ലേ? ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഉണ്ടായ ബേജാറെന്താ, സച്ചിൻ തെണ്ടുൽക്കർ വിരമിക്കണത്. ഇവിടെ എന്താ ഓൻ വിരമിച്ചാൽ നിങ്ങളുടെ തൊള്ളയിൽ ചോറ് വരുമോ? ഓൻ വിരമിച്ചാൽ ലോകത്തിനെന്താ ലാഭം? എനിക്ക് മനസ്സിലായിട്ടില്ല. ലോകത്തിനെന്താ നഷ്ടം? നിങ്ങൾ ചിന്തിക്കുക. അതായത് മദ്യപാനികളായ ഒരു ലോകത്തിനെതിരെ ഓന്റെ സേവനം ഉണ്ടായോ? 5000 വീടുകൾ വെച്ച് പാവപ്പെട്ടവരെ സംരക്ഷിച്ചോ? എന്തേ ഓൻ ചെയ്തത്? എന്നിട്ട് വരുന്ന പന്ത് കൈ ഊങ്ങി അടിച്ച് അപ്പുറത്തെ കണ്ടത്തിലാക്കി, 3 കണ്ട അപ്പുറത്ത്. വേറെന്താ ലോകത്തിന് ഇങ്ങനെ പുകൾപ്പെടാനും ഭാരതരത്നം പ്രഖ്യാപിക്കാനും? വേറെന്താ? നല്ല കയ്യും കൈനും അവിടുന്ന് പന്ത് വരുമ്പോ അടിച്ച് 3 കണ്ട അപ്പുറത്ത്, കുഞ്ഞി കണ്ണന്റെ കണ്ടത്തില്. അതോ ഓന്റെ മേന്മ? മറ്റോലൊക്കെ അടിച്ചപ്പോ ഓന്റെ കണ്ടത്തിൽ തന്നെ വീണ്, ഓ അടിച്ചപ്പോ 3 കണ്ട അപ്പുറം വീണ്. വേറെന്താ? വേറെന്ത് സേവന? മഹാത്മാഗാന്ധിയും വല്ലഭായി പട്ടേലും ആസാദും ഗാനത്തിൽ ഫാർഖാനും ഒക്കെ നിർവഹിച്ച സേവനവും ഇതും തമ്മിൽ എന്താ? എനിക്ക് മനസ്സിലാകുമെന്ന് ചോദിക്കാൻ ഞാൻ. ലോകത്തിന് എന്ത് ചെയ്തു? ഒരുപാട് യുവാക്കളെ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയോ? ഒരുപാട് യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് രക്ഷപ്പെടുത്തിയോ? പിന്നെ എന്താ ചെയ്ത്? ഉള്ള തെങ്ങുമല മട്ടല് പോക്കാൻ പ്രേരിപ്പിച്ച് ബാക്കിയുള്ളവരെ. ചെറിയ മക്കൾ ഇങ്ങനെ വളർന്നൊരു മാപ്പാനോട് മട്ടല് പറ്റിയപ്പാ അത് എന്താക്കി തരുന്ന പറയില്ല. അതിനെന്താ പറയില്ല സാധനത്തിന്? ആ സാധനത്തിന് പറയാ മോനെ, എനിക്ക് മനസ്സിലായില്ല. എന്താ ക്രിക്കറ്റ് എന്താണ്? സ്റ്റെമ്പോ എന്താ പറയല്ലേ? സ്റ്റെമ്പല്ലേ? എന്താ അറിയല്? ആ ബാറ്റ്. അത് തന്നെ ആ സാധനം. ഞാൻ ജീവിതത്തിൽ കളിച്ചിട്ടില്ല, അതുകൊണ്ട് ബാറ്റ് കാണലുമില്ല. അപ്പൊ ബാറ്റ് എന്ന് പറയുന്ന സാധനം അതിനു വേണ്ടിയുള്ള തെങ്ങുമല മട്ടൽ പോയിന്നല്ലാതെ വേറെന്താ നമ്മുടെ നാട്ടിലുണ്ടായ സേവനം? എന്താ പത്രത്തില് 10 പേജുണ്ട്, 10 പേജിനും 10000 അക്ഷരമുണ്ട്, 10000 അക്ഷരം. എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലാവാതെ. കായി ലോകം എന്നൊക്കെ പറഞ്ഞാൽ അത് ഓലയായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഒത്തു കളിച്ചവരും വാത് കളിച്ചവരും കോടിക്കണക്കിന് റുപ്യ ഓല പോക്കറ്റിലിട്ട് ബാങ്ക് ബാലൻസ് ആക്കി. എനിക്കൊരു ഉറുപ്പ്യ തരുമോ? എനിക്കൊരു ഉറുപ്പ്യ തരുമോ? പിന്നെ എന്തിനേക്ക് എഴുതിക്കുട്ടിയെ? ഈ കേരളത്തിലെ മുത്തശ്ശി പത്രങ്ങൾ എഴുതിക്കുട്ടി എന്തൊക്കെയാണ്? ഈ നാട്ടിൽ ജീവിച്ച ഈ രാജ്യത്തിന് മേന്മ നൽകിയ ഒരാൾക്ക് കിട്ടാത്ത പ്രത്യേകത ചില ആളുകൾക്ക്. അതാ ഒരുതരം ജ്വരം. പിശാചയിൽ ജയിച്ചു. മനസ്സിലായി? മനുഷ്യർക്കൊരു ഉപകാരവും ഇല്ലാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും ഫേമസ് ലോകത്ത്. മനുഷ്യ ജീവിതത്തിലോ സംസ്കാരത്തിലോ ഇടപെടാത്തവർ. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ സംഭവം. യാക്കൂബ് നബി അലൈഹിസ്സലാം മകനെ നഷ്ടപ്പെട്ടു. എന്താ അദ്ദേഹം ചെയ്ത്? 2 കാര്യം നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഭൗതികമായി എവിടെ ഉള്ളതെന്ന് അന്വേഷിക്കും. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ പോലീസ് പരാതിപ്പെടുക, പത്രത്തിൽ വാർത്ത കൊടുക്കുക, ചാനൽ ഔട്ട് ചെയ്യാം, നിങ്ങൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഭൗതികമായി ചെയ്യാനുള്ളത്. മതപരമായി ദീനീപരമായി ചെയ്യാനുള്ള എന്താ? പടച്ചോനോട് പറയാം. അല്ലേ? പല ആളുകളും എന്താ ചെയ്യല്? പടപ്പളോട് പറയല. വേഗം ചെല്ലും. കുട്ടി നഷ്ടപ്പെട്ടാൽ
പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാറത്തിലെ ഞാൻ ചോദിക്കണം മുസ്ലിങ്ങളോട്, നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങളെ എതിർക്കുക എന്ന് മനസ്സിലാക്കണ്ട. എതിർക്കന്നെയാണ് ആ കാര്യത്തിൽ ദീനിന്റെ. പക്ഷെ ഇങ്ങനെ ചെയ്യാം, അത് നിങ്ങളെ വിശ്വാസമാണ്, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അതിന്റെ ദീൻ എന്താണ്? യാക്കൂബിന് നമ്മളിപ്പോ ചോദ്യം ചോദിക്കണം, അല്ല ഈ കാക്ക, അല്ല ഉസ്താദെ, യാക്കൂബ് നബിക്ക് യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹം ദർഗയിൽ പോയിരുന്നോന്ന് ചോദിച്ചാൽ ഉസ്താദിന് എന്ത് പറയാൻ പറ്റും? ഉണ്ടെന്നോ? ദാ മോനെ, യാക്കൂബ് നബി ഇന്ന് നബീന്റെ ദർഗയിൽ പോയി മന്ത്രിച്ചൂതി കെട്ടിയപ്പോ ആ കുട്ടി തിരിച്ചെന്തെന്ന് പറയണ്ടോ? ഇല്ല. അവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്താ ചെയ്തത്? പടച്ചോനോട് അതാണ് നമ്മൾ പറയുന്നത്. ഖുർആൻ എന്താണോ പ്രവാചകന്മാരുടെ ജീവിതത്തെ പഠിപ്പിച്ചത് അതുപോലെ നമുക്ക്. അതിനപ്പുറത്തുള്ള ഒരു ദുർവ്യാഖ്യാനവും വാദകസ്തറും ഖണ്ഡനമണ്ഡനവും വാദപ്രതിവാദം ആവശ്യമുണ്ടോ? ഇല്ലേ? ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. യാക്കൂബ് നബിക്ക് മോനെ നഷ്ടപ്പെട്ടപ്പോ എന്താ ചെയ്ത്? ദർഗയിൽ പോയോ? മന്ത്രിച്ചു ചെറിയ കെട്ടിയോ? ക്ഷേത്രത്തിൽ ചെന്നോ? ഒന്നും ഉണ്ടായില്ല. മറിച്ച് എന്തേ ഉണ്ടായത്? അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആദ്യമായി അദ്ദേഹം പറഞ്ഞു, കാല ബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ, കാല ബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ. എന്താ ഒന്നാമത്തെ വാചകത? മക്കളെ, നിങ്ങൾക്ക് എന്തോ ഒന്ന് അള്ളാഹ് തോന്നിച്ചു. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കൊരു കാര്യം തോന്നിച്ചു, അത് നിങ്ങൾക്ക് ഭംഗിയായി തോന്നി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചില ചിന്ത ഉണ്ടായി, അത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നിപ്പിക്കപ്പെട്ടു, നിങ്ങളത് പ്രവർത്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? അതിന്റെ പേരിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനൊന്നും ഞാനില്ല, ആട്ടി ഓടിക്കാനില്ല, പരിഭവങ്ങൾ അധികരിപ്പിക്കാനും ഞാനില്ല. ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്. നോക്ക്, ഒരു പ്രവാചകന്റെ മാതൃക എന്താ? ഒരു മകനെ നഷ്ടപ്പെട്ടപ്പോ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. തീർന്നില്ല. ബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. എന്റെ വേദനകൾ നോക്ക്. യുവാക്കളെ, ഇക്കാക്കമാരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ച സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്തയിൽപ്പെട്ടവരെ, ഇതര പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ, സഹോദരങ്ങളെ, യാക്കൂബ് നബി പറഞ്ഞ എന്താ? എന്റെ ദുഃഖങ്ങളൊക്കെ ഞാൻ അള്ളാന്റെ മുമ്പിൽ ഇറക്കി വെക്കണു. ഞാൻ അള്ളാനോട് പറയണു. കണ്ടോ, ഞാൻ അള്ളാന്റെ ഒരു പടപ്പിനോട് പറയുന്നു എന്നല്ല, ഞാൻ ജിന്നിനോട്, എവിടെയോ മരുഭൂമിയിലാണോ എന്റെ മോൻ ഇങ്ങനെ രക്ഷിച്ചു കൊണ്ടുക എന്നല്ല, മലക്കിനോട് എന്നല്ല, ഞാൻ എന്റെ റബ്ബിനോട് 12-ാം അധ്യായം സൂറത്ത് യൂസഫ് 18-ാമത്തെ വചനം. ആലോചിക്കേ, എന്താ? ഒരു മകനെ നമുക്ക് നഷ്ടപ്പെടാലോ. ആ നഷ്ടപ്പെടുമ്പോ പടച്ചോനോട് അതോടൊപ്പം ഭൗതികമായി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടണം, പത്രത്തിൽ ഔട്ട് ചെയ്യണം, നമ്മൾ എവിടെയൊക്കെ തിരയാൻ പറ്റുമോ അവിടെയൊക്കെ തിരയണം. പക്ഷേ റബ്ബേ, കുട്ടി നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ പറയേണ്ടെന്താ? എന്റെ റബ്ബേ, എന്റെ കുട്ടി, അല്ലാഹുവേ, എന്റെ കുട്ടിക്ക് ഒരു അപകടവും വരുത്തല്ലേ, അവൻ സുരക്ഷിതനാകണേ നാഥ. മൊയ്തീൻ ഷേഖേ, എന്റെ കുട്ടി ഓനെ ഈ കാത്തോളനെ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഷേഖിനെ ഇലാഹാക്കി, മൊയ്തീൻ ഷേഖിനെ ആരാധിച്ചു. കാരണം എന്താ? ഈ കുട്ടി എവിടെയാ? ഈ കുട്ടി ആരുടെ കൈകളിലാ? അവരിപ്പോ എവിടെയുണ്ട് എന്ന് അല്ലാഹനെ പോലെ മൊയ്തീൻ ഷേഖ് അറിയും എന്നാണ് ആ വിശ്വാസിയുടെ, ആ പെണ്ണിന്റെ, ആമനയുടെ, അബ്ദുള്ളയുടെ വിശ്വാസം. അതാ അവിടെ നിന്നാണ് മനുഷ്യരെ മോചിപ്പിക്കേണ്ടത്. കാലബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. 12-ാം അധ്യായം 18-ാമത്തെ വചനം. ഇത് പോരെ നമുക്ക്? അല്ലാഹുവിന്റെ ഖുർആൻ പോലെ, പ്രവാചകന്മാരുടെ ചരിത്രം പോലെ, അവരുടെ മാതൃക പോലെ. ബിന്യാമീനെ നഷ്ടപ്പെട്ടു. പിന്നീട് ആ 80-കൾക്ക് ശേഷമുള്ള വചനം 12-ാം അധ്യായം, ബിന്യാമീനെ നഷ്ടപ്പെട്ടു. അപ്പോഴും കാലബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ. മക്കളെ, നിങ്ങൾക്കൊരു കാര്യം ഭംഗിയായി തോന്നി, നിങ്ങളത് ചെയ്തു. ഞാൻ അല്ലാഹുവിനോട് പരിഭവപ്പെടുകയാണ്, പടച്ചോനോട് പറയാൻ, ഞാൻ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കില്ല. അങ്ങനെ പടച്ചോനോട് പറയാൻ, മൊയ്തീൻ ഷേഖിനോടല്ല, ഉള്ളാലങ്ങളോടല്ല, മമ്പ്രങ്ങളോടല്ല, അള്ളാഹുവിന്റെ ഒരു പടപ്പിനോടുമല്ല, അള്ളാഹുവിനോട്. ഇതാ ഖുർആൻ പഠിപ്പിച്ചത്. നോക്ക്, മുജാഹിദുകൾ ഇത് ഉദ്ധരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഇല്ലേ? ഖുർആനിന്റെ 12-ാം അധ്യായം 118. ശരി, ഒരു ഉസ്താദ് ഇവിടെ വന്ന് പറയട്ടെ, യാക്കൂബ് നബിക്ക് കുട്ടീനെ നഷ്ടപ്പെട്ടപ്പോ യാക്കൂബ് നബിയുടെ മുമ്പ് കഴിഞ്ഞു പോയ ഇദ്രീസ് നബിയോട്, നൂഹ് നബിയോട്, അല്ലെ ആദം അലൈഹി ഇസ്ലാമിനോട് അവരുടെ ഖബറിൽ ചെന്ന്, അവരുടെ ദർഗയിൽ ചെന്ന് അവരോട് ചോദിച്ചു എന്നാണ് ചരിത്രമെങ്കിൽ അത് ഖുർആൻ ഉദ്ധരിക്കട്ടെ. അതില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് ഖുർആൻ ഒരു ഗൈഡൻസ് ആണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് മാനവ ജനതയെ നയിക്കുന്ന ഗ്രന്ഥം. 17-ാം അധ്യായം 9-ാമത്തെ വചനം. 17-ാം അധ്യായം 9-ാമത്തെ വചനം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ച നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. 15-ാം അധ്യായം 9-ാമത്തെ വചനം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ലാഹു ചോദിക്കാൻ, എന്താണോ
മണിച്ചിത്രത്തായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ കൊട്ടിയടച്ച് പൂട്ടിട്ടിരിക്കുകയോ എന്താ തുറന്നു നോക്കാത്തത്? അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന് നേരെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് നാം കൊണ്ടുപോയിറക്കിയതെങ്കിൽ ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, പടച്ചോനെ ഭയപ്പെട്ടിട്ട് ആ കറുത്ത കരിമ്പാറ പൊട്ടിപ്പിളർന്ന് താഴോട്ട് പതിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു മനുഷ്യരെ. കാലിരുമ്പ് പോലെ നിങ്ങളുടെ ഹൃദയം കെടുത്തുപോയോ എന്ന് ലോകത്തിന്റെ തമ്പുരാൻ, ആകാശഭൂമികളുടെ നാഥൻ, അണ്ഡകടാഹത്തിന്റെ ദീശാധികാരി, ലോകത്തിന്റെ സൃഷ്ടാവ് മാനവതയോട് ചോദിച്ചു. നേരപ്പെടുത്തില്ല മനുഷ്യൻ. ആ അല്ലാഹുവിൽ തവക്കുൽ ചെയ്താൽ കിട്ടുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അത് മസിൽ പവർ അല്ലടോ, മനസ്സിന്റെ കരുത്ത. മനസ്സിലായോ? ഖൈബർ യുദ്ധ വേളയിൽ പരിചയം തെറിച്ചുപോയി ഇടത് കൈ അലിറുള്ളാന്റെ മെലിഞ്ഞൊടുങ്ങിയ മനുഷ്യനാ. അലിറുള്ളാന് ഖൈബർ കോട്ട ഒരു ഒറ്റ പറക്കലാണ്. ഖൈബർ കോട്ടയുടെ കണ്ണിയുണ്ടല്ലോ ചങ്ങല, അത് പിടിച്ചിട്ട് ഒരു ഒറ്റ പറക്കല്. അതിന്റെ എല്ലാ ആണയും പറഞ്ഞ് ഒരു പരിചയമായി കയ്യിലിങ്ങ് പോന്നു. യുദ്ധം കഴിഞ്ഞിട്ട് 7 മല്ലന്മാര് വേണ്ടി വന്നിരുന്നു അത് യഥാസ്ഥാനത്ത് വെക്കാൻ. എന്തായാലും അവർ തൗഹീദിന്റെ പവർ, അല്ലാഹു അക്ബർ എന്നാണ് അന്ന് ആര് പറഞ്ഞേ? അലിയാർ തങ്ങൾ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ അത്തോളിക്കടുത്ത് തോരായിക്കടവ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ പ്രസംഗിക്കാൻ അവിടെ ഒരു കൂട്ടരും മുസ്ലിങ്ങൾ പരിപാടി കൊളാക്കാൻ വരിക. യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, നിർത്തുന്ന അതിന്റെ മോൻ. ഇതെന്തൊരു മതരാത്? ഖൈബർ കോട്ട പറിച്ചെടുത്ത അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഇന്ന പ്രസംഗം നിർത്തിക്കാൻ വരുന്ന യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, നിർത്തുന്ന ദേശന്റെ മോൻ. ഇന്നുണ്ടാ ഓഡിയോ കേസ്. എന്താ ഒരു മതം? ആരാ ഇതൊക്കെ പഠിപ്പിച്ച്? ഇതൊക്കെ ഏതാ മതം? ഈ മുസ്ലിം ഉമ്മത്തിന്റെ കഷ്ടം. ഈ സമുദായം എവിടെ എത്തി? എത്ര സുന്ദരമാണ് ഖുർആൻ. തോറ്റുപോയില്ലേ മനുഷ്യരെ? ലേ യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ. എത്ര മനോഹരമാണ്. ഖുൽ ബിഫദ്ലില്ലാഹ് وبرحمته فبذلك فليفرحوا هو خير مما يجمعون يا ايها الناس അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഇതാ നിങ്ങളുടെ മനസ്സ് തട്ടുന്ന വാക്കുമായി ഒരു ഗ്രന്ഥം വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നരകത്തിലേക്ക് പോകരുതേ, നരകത്തിന്റെ കവാടങ്ങൾ കടന്നു പോകരുതേ, അതേ പാപങ്ങൾ ചെയ്യരുതേ, നിങ്ങൾ അനാശാസ പ്രവണതകളിൽ ഏർപ്പെടരുതേ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഈ ഖുർആൻ മനുഷ്യന് മാർഗദർശനം നൽകുകയാണ്. അത് സ്വീകരിക്കാൻ എവിടെ ജനങ്ങളെ? കാപ്പിലെ ജനങ്ങളോട്, ഈ നാട്ടിലെ ജനങ്ങളോട്, ഏതേത് സമൂഹത്തോടും മുജാഹിദുകൾ വിളിച്ചു പറയുന്നത് മസലുല്ലദീന ഹമ്മിലുത് തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെ ജൂതന്മാരായി തീർന്നു. അതേ, തൗറാത്തിൽ മാർഗദർശനമുണ്ട്, വിജ്ഞാനമുണ്ട്, പ്രകാശമുണ്ട്, ഹിദായത്തുണ്ട്. പക്ഷേ അത് തുറന്നു നോക്കിയില്ല. ആ മസലുല്ലദീന ഹമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെ നിങ്ങളായി തീരരുത്. അല്ലേ? ഗ്രന്ഥത്തിനുള്ളിൽ എന്താ കഴുതക്കറിയോ? അതുപോലെ നമ്മുടെ ഉമ്മത്ത്. എന്താ ഖുർആനിലുള്ളത്? അറിഞ്ഞൂടാ. എന്താ ഹദീസിലുള്ളത്? അറിഞ്ഞൂടാ. എന്താ സ്വഹാബത്തിന്റെ ജീവിതത്തിലുള്ളത്? അറിഞ്ഞുകൂടാ. ഞാൻ ലളിതമായ ഉദാഹരണം പറയാം. 10 ഗായകന്റെ പേര് പറഞ്ഞാൽ വെള്ളം തൊടാതെ അണ്ണാക്ക് പൊട്ടി പറയില്ലേ? ഇന്നത്തെ യുവാക്കള് ഓന് 250 സിനിമാ നടന്മാരെ പേര് പറഞ്ഞാൽ ഓന് 250 അല്ല 550 പറയും. ഓ പറയില്ലേ? ക്രിക്കറ്റ് താരങ്ങളെ പറയാൻ പറഞ്ഞാലോ അതും പറയും. ഫുട്ബോൾ താരങ്ങൾ, ഓരോ ടീമിലെ 11 പേരെടുത്തും 30 ടീമിന്റെ പേര് വരെ പറയുന്ന കുട്ടികളില്ലേ നമ്മുടെ നാട്ടിൽ? അല്ലേ? ഓന്റെ വയസ്സും പ്രായവും ജനിച്ചതും വളർന്നതും ഓനടിച്ച എണ്ണവും ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? 10 സാബിന്റെ പേര് പറ. കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞനന്ത്, അല്ലേ? വേറെ ആരുടെ അറിയാ? സാബിയെന്നറിയോ? സഹാബിയെന്നറിയോ? ഇല്ല. അല്ലേ? അറിയോ? അറിയില്ല. സാബത്തിന്റെ പേര് പറയാൻ അറിയോ?
മോനെ ഖുർആൻ എത്ര അധ്യായമുണ്ട് ചോദിച്ചാ പറയോ? 114 അധ്യായം. ഒറ്റ വേഗത്തിൽ പറയോ? സൂറത്ത് ബഖറ, സൂറത്ത് ആൽ ഇംറാൻ, സൂറത്ത് നിസാ, സൂറത്ത് മാഇദ, സൂറത്ത് അൻആം, സൂറത്ത് അറാഫ്, സൂറത്ത് അൻഫാൽ, സൂറത്ത് തൗബ, സൂറത്ത് യൂസഫ്. പറയാൻ കഴിയോ? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് ഊളിയിട്ടിറങ്ങാൻ കഴിയോ? സാഗരമാകുന്ന ഖുർആനിന്റെ അഗാധ ഓളങ്ങളിൽ ചെന്ന് മുത്തുമ്പവയവും പെറുക്കിയെടുക്കാൻ കഴിയോ? വൈജ്ഞാനികമായ സ്ഫോടനമുണ്ടാക്കിയ ഒരു ഗ്രന്ഥത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ കഴിയോ? അതാ അല്ല ചോദിച്ചു. അതിന് അവസരം ഉണ്ടാവോ? അതിന് പറ്റുമോ നിങ്ങൾക്ക് എന്നല്ല നമ്മളോട് ചോദിക്കുക. ഒരിക്കലും ഖുർആൻ കൃത്യമായിട്ട് അനുസരിക്കുന്ന ഒരുത്തനും ഒരു തല കുനിക്കേണ്ടി വരില്ല. ഇല്ല, തല കുനിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ല 4 മണിക്കൂർ. മനസ്സിലായോ? തല കുനിച്ച് തല അന്തസ്സായിട്ട് ഉയർത്തി പിടിക്കാൻ പറ്റും. മനസ്സിലായോ? അന്തസ്സായിട്ട് ഉയർത്തി പിടിക്കാൻ പറ്റും ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ. ഖുർആൻ എതിരെ ജീവിച്ചാലോ തല എങ്ങനെ ആക്കേണ്ടി വരും? ഒട്ടകത്തിന്റെ ഒട്ടകപ്പച്ചി എങ്ങനാ? തല മണ്ണിന്റെ അടിയിലാക്കി ഉടല് പുറത്തേക്ക്. ഉടല് കണ്ടിട്ട് കാര്യമല്ല, തല അന്തസ്സായിട്ട് മുഖം അന്തസ്സായിട്ട് പിടിക്കാൻ കഴിയണോ? കഴിഞ്ഞോ? അത് കഴിയുന്നില്ല മനുഷ്യർക്ക്. എന്താ? ഖുർആനിൽ നിന്ന് സുന്നത്ത് നോക്ക വിട്ടു, ദുനിയാവിന്റെ പിന്നാലെ പോയി. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്കാ. കഴിഞ്ഞോ? ആഖിറമാണ് വലുത് എന്നുള്ളവർക്ക് ജീവിക്കാൻ കഴിഞ്ഞോ? അല്ലാഹ് പറഞ്ഞ അതാ അതിലൊന്നാമത്തെ കാര്യമാണ് വിശ്വാസരംഗം. മനസ്സിലായോ? ഒന്നാമത്തെ രംഗമാണ് വിശ്വാസരംഗം. അതന്നെ ഞാൻ പറഞ്ഞ് യാക്കൂബ് നബിക്ക് മകനെ നഷ്ടപ്പെട്ട പടച്ചോനോട് അയച്ചു. അതുകൊണ്ട് മക്കളെ നഷ്ടപ്പെട്ടാൽ എന്ത് നഷ്ടപ്പെട്ടാലും അള്ളാഹിനോട് പറയാ, പടച്ചോനോട് പറയാ. അതാ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു വ്യാഴവട്ടക്കാലം രോഗം ഉണ്ടായി. എല്ലാരും മനസ്സിലാക്കണം. രോഗം ഉണ്ടായ ആരോടാ പറയേണ്ടത്? പടച്ചോനോടല്ലേ? ലോകത്തിന്റെ നാഥനോടല്ലേ? അള്ളാഹിനോടല്ലേ? അയ്യൂബ് നബി ഇതിനാദാ റബ്ബഹു അന്നി മസ്സനി യദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ അല്ലേ? 21-ാം അധ്യായം 83. എന്താ പറയുന്നവരെകള്? ഒരു 12 കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം, ഒന്നല്ല രണ്ടല്ല, നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലം, ശരീരം മുഴുവനും പൊട്ടി ഒലിക്ക. മനുഷ്യന്മാരെ, സഹോദരിമാരെ, 2 മാസം രോഗം തുടർച്ചയായിട്ട് വന്നാൽ നമ്മുടെ ഈമാൻ പോകാൻ പോരെ? 2 മാസം തുടർച്ചയായി ഒരാളെ ഒരു കുക്കായിട്ട് വർക്ക് ചെയ്ത ഒരാളെ കഥ, എടക്കരയില് കുക്കായി വർക്ക് ചെയ്ത ഒരു സഹോദരന്റെ കഥ. ഇടയ്ക്ക് ഇങ്ങനെ മോഹാലസ്യപ്പെട്ടു പോകും, പിച്ചുമ്പേയും പറയും എന്തോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്യാൻ, ചന്തയുടെ ഭാഗം ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി ആ ഭാഗത്തെ തുണി നീക്കിയപ്പോഴാണ് അവിടെ മന്ത്രിച്ചൂതി 5 കെട്ടും ചരട് കെട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ എങ്ങനെ തളർന്നു പോയിരിക്കും? ശിർക്കിന്റെ കുഫറിന്റെ മന്ത്രിച്ചൂതി, അള്ളാഹുവിന്റെ ഏകത്വത്തിനെതിരായ ശിർക്കിന്റെ മന്ത്രിച്ചൂതിയ ചരടുകൾ അത് പൊട്ടിച്ചെറിഞ്ഞ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച റുഖിയ ശറിയ ചെയ്തപ്പോ ആ രോഗം എന്നേക്കുമായി മാറി. എന്താ കാരണോ? അള്ളാഹു പഠിപ്പിച്ച, റസൂല് പഠിപ്പിച്ച ട്രീറ്റ്മെന്റുകൾ. ശിർക്കിന്റെ വിശ്വാസത്തിലാണ് ആളുകൾ. മന്ത്രിച്ചൂതി ചരട് കെട്ടിയാൽ രക്ഷപ്പെടും. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വരെ അയക്കരുത്, അയച്ചാലാണ് ഭ്രാന്തളക. ശരിയാണ്, അയച്ചാലാണ് ഭ്രാന്തളക. അങ്ങനെ കെട്ടിയതാ ശിർക്കിന്റെ കാരണം. ആ കെട്ട് നിലക്കുന്ന കാലത്തോളം പിശാചാനങ്ങൂല. കാരണം പിശാചിന് ഇഷ്ടം ഇവനെ കൊണ്ട് ശിർക്ക് ചെയ്യുകയാണ്. ആ ശിർക്കിൽ അവൻ ആകുന്ന കാലത്തോളം അവനെ അത് ഉപദ്രവിച്ചോളുന്നില്ല. ശിർക്കിൽ അവൻ രക്ഷപ്പെടുമെന്ന് തോന്നുമ്പോ അവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ശിർക്കിലേക്ക് എത്തിക്കാൻ അവിടെ തൗഹീദിന്റെ സുന്ദരമായ റസൂല് പഠിപ്പിച്ച, ഒരിക്കലും നിഷേധിക്കാനാവാത്ത മുത്തുപോലെയുള്ള ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഇസ്ലാമിക ലോകം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ പ്രവാചക ചികിത്സയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടത് സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാകുമ്പോ ശിർക്കുന്ന മനുഷ്യർ രക്ഷപ്പെടും. രോഗം വന്നാൽ പടച്ചോനോട് പറയാൻ, പടച്ചവനെ നീയാണ് ശിഫ നൽകുന്നവൻ. വൈദാ മരിതു ഫവയശ്ഫീൻ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. രോഗം വന്നാൽ ശിഫയാക്കുന്നവൻ അല്ലയാണ്, പടച്ചോൻ പഠിപ്പിച്ചേ ചെയ്യാം. മാത്രമല്ല, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായ ഒരു കുളിമുറി ഉണ്ടാക്കിയതിൽ കൊണ്ടൊക്കെയാണ്. ഭാര്യയും ഭാര്യയുടെ ആങ്ങളെയും, 2 ആള്, ഒരു 3 ആളെ ഉണ്ടായിരുന്നു. ഭാര്യയും ഭാര്യയുടെ ആങ്ങളെയും പ്രവാചകൻ. അങ്ങനെ ശരീരത്തിലേക്ക് അദ്ദേഹം നോക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ശരീരം മുഴുവനും അടുത്തടുത്തൊരു ഇഞ്ച് വ്യത്യാസമില്ലാതെ ചൊറി വന്ന് ചെരങ്ങ് പൊട്ടി ചലവും നീരുമൊലിച്ച് കണ്ണിന്റെ കൃഷ്ണമണി ഒഴികെ ആ പ്രവാചകന്റെ ശരീരം അദ്ദേഹം ഇങ്ങനെ നോക്കി. അവിടെ വെച്ച് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. എല്ലാരും കേൾക്കണം. അവിടെ വെച്ച് പടച്ചോനോട്
അർഹമുർ റഹീമീൻ. പടച്ചവനെ നീ പരമകാരുണ്യനാണ്. എന്തൊക്കെ രോഗവും പ്രയാസവും നീ എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നാഥ നീ പരമകാരുണ്യനാണ് നാഥ. അതുകൊണ്ട് നാഥ എന്നതാണ്. മനസ്സിലായില്ലേ? അത് പ്രാർത്ഥിച്ചു. ചരിത്രത്തിലെ മഹാസംഭവം എന്തറിയോ? അദ്ദേഹം കാല് വെച്ച സ്ഥലം ഉണ്ടല്ലോ ഭൂമിയിൽ, ആ ഇരുത്തത്തിൽ കാല് വെച്ച് ആ കാലൊന്നും ഇങ്ങനെ പൊക്കി അടിക്കാൻ പറഞ്ഞു. ആ കാലിങ്ങനെ പൊക്കിയപ്പോൾ അതിൽ നിന്നൊരു ഉറവ വന്നു. അതുകൊണ്ട് കുടിക്കാൻ ചരിത്രം പറയുന്നത് അറിയോ? ആ കുളിമുറിയിൽ ഇരുന്നു കൊണ്ട് ആ വെള്ളം ശരീരത്തിൽ തട്ടിയപ്പോ ആ വെള്ളം തട്ടുന്നിടത്തൊക്കെ ഈ ചൊറിയും ചെരങ്ങും പോയി ശുദ്ധ തൊലി വന്നു അദ്ദേഹത്തിന്. അങ്ങനെ കുളിമുറിയിൽ നിന്ന് ശരീരം മുഴുക്ക വെള്ളമൊഴിക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പഴയ തൊലി കംപ്ലീറ്റ് മാറി പുതിയ സ്കിന്ന് നൽകി അള്ളാഹു ഒരു സുമുഖനായി അദ്ദേഹത്തെ കുളിമുറിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തു കൊണ്ടുപോകും. കുളിമുറിയിൽ നിന്ന് അദ്ദേഹം പുറത്തു കിടന്നപ്പോ ഭാര്യ ഇങ്ങോട്ട് മാറിയുന്നു. നിങ്ങളാരാ? എന്റെ മാപ്പിളല്ലേലോ. നിങ്ങളാരാ? എന്റെ മാപ്പിളല്ലേലോ. നിങ്ങൾ ആരാ ചോദിക്കുകയാണ്. കുളിമുറിയിൽ ഞാൻ കൊണ്ടുവച്ച എന്റെ മാപ്പിളല്ലേലത്. അപ്പൊ അദ്ദേഹം പറയും, എടി ഞാൻ തന്നെയാണ്. ഞാൻ കുളിമുറിയിൽ വെച്ച് റബ്ബിനോട് ഇതായിരുന്നു. എന്റെ റബ്ബ് എന്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ നമുക്ക്? നേരത്തെ പറഞ്ഞല്ലോ അസ്ല് സാബിത്താണെന്ന് പറഞ്ഞല്ലോ. ഭൂമിയിലേക്ക് ആഴത്തിലിറങ്ങിയ ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങിയ ഈമാൻ പതറുവോ? അല്ല ഉണ്ട്. അല്ല മതിരിക്ക് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ അലൈസല്ലാഹു ബികാഫിൻ നബ്ദഹു 39-36. അള്ളാഹുവിന്റെ അടിമക്ക് അല്ല പോരെ, മതി മതി മതി. അതാ വിശ്വാസികളുടെ പ്രത്യേകത. നിങ്ങളാരാ? ഞാൻ മുരീശയുടെ ആളാ. നിങ്ങളാരാ? ഞാൻ മുമ്പ്. നിങ്ങളാരാ? ഞാൻ ഗുരുവായൂരപ്പന. നിങ്ങളാരാ? ഞാൻ പിശാരിക്ക്. നിങ്ങളാരാ? ഞാൻ ലോക റബ്ബിന്റെ ആളാ. എങ്ങനെയുണ്ട്? ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചവന്റെ ആളാ. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൃഷ്ടിച്ച പടച്ചവന്റെ ആളാ. 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ, ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ, സാഗരങ്ങളെ, പർവ്വതങ്ങളെ, ഏകകോശ ജീവിയായ ഹമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ സൃഷ്ടിച്ച അണ്ഡഘടാഹത്തിന്റെ റബ്ബുൽ ആലമീൻ യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികും അല്ലാഹു റബ്ബ്. ആ റബ്ബിന്റെ അടിമ, ആ റബ്ബിന്റെ അടിമയെന്നുള്ള അല്ലാഹ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ തൗഫീഖ്. മനസ്സിലായോ? ആ റബ്ബിന്റെ അടിമ, ആ റബ്ബിന്റെ അടിമയാകാനാണ് അല്ലാഹ് ഖുർആനിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. 2, 3 കുട്ടികളില്ലാത്ത ദുഃഖം. കുട്ടികളില്ലാത്ത ദുഃഖം വന്ന എങ്ങനെ ചെയ്യേണ്ടത്? പുത്തമ്പള്ളി പെരുമ്പടപ്പ് പുത്തമ്പള്ളി ദർഗയില് കുട്ടിനെ കിട്ടാൻ സ്പെഷ്യൽ അവിടെ അതാ. ചില സ്ഥലത്ത് അങ്ങനെ സ്പെഷ്യല് പൈതൽ ജാറോ, 3 പെറ്റുമ്മ ജാറോ, എന്തെല്ലാം ജാറങ്ങള്. സമസ്തയും ദർഗയും സയാമീസ് ഇരട്ടകളെ പോലെ. സമസ്തല്ലേ ദർഗല്ല, ദർഗല്ലേ സമസ്തല്ല. സമസ്തോ ദർഗോ സുഖിനോ ഭവന്തു. അങ്ങനെയാ. ആ ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. സമസ്തന്റെ ദർഗ സമ്പന്നം, ദർഗന്റെ സമസ്ത സമ്പന്നം. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരുന്നൂടാ. ഭയങ്കര പ്രേമത്തിലാവില്ല. സമസ്ത മൊയ്ലിയന്മാരില്ലേ ദർഗല്ല, ദർഗല്ലേ മൊയ്ലിയന്മാരില്ല. കാശില്ലേ ദർഗല്ല, ദർഗല്ലേ കാശില്ല. അങ്ങനെ കാശ് കൊണ്ടാണ് സ്ഥാപനങ്ങൾ വരെ നിലക്കല്ലേ. ദർഗ കൊണ്ടല്ലേ, കാശ് കൊണ്ടല്ലേ പള്ളിയും കോളേജുകളും നിലക്കുന്നത്. ഷിർക്കിന്റെ പേരിൽ ഉണ്ടാക്കിയ ഫുലൂസ് കൊണ്ടല്ലേ അറബി കോളേജുകളിൽ അന്നം നൽകപ്പെടുന്നത്. അല്ലേ അല്ലേ? അതേ അല്ല വെറുത്ത കള്ളുഷാപ്പെന്ന് കള്ള് വിറ്റിട്ട് കായുണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? കള്ളുഷാപ്പെന്ന് കള്ള് വിറ്റ് കായുണ്ടാക്കുക, വേശ്യാവൃത്തി ചെയ്തിട്ട് കായുണ്ടാക്കുക പറ്റുമോ? അതിനേക്കാൾ ഭയാനകരല്ലേ ഒരു മഹാന്റെ ഷെയ്ഖിന്റെ ദർഗയിൽ കായിടല്. എന്നിട്ട് ആ പണം കോളേജ് നടത്താൻ, പള്ളി നടത്താൻ, ഹോസ്പിറ്റൽ നടത്താൻ ഉപയോഗിക്കല് ഏറ്റവും വലിയ പാപമാണ്. അത് ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിലെ പ്രവാചകന്മാരിലെ ഇബ്രാഹിം നബി, സക്കരിയ നബി കുട്ടികളില്ലാത്ത ദുഃഖം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മറിയം ബീവിന്റെ കറാമത്ത് കണ്ടിട്ട് വരെ സക്കരിയ നബി മറിയം ബീവിനോട് തേടിയോ? മറിയം ബീവിന്റെ കറാമത്ത് കണ്ടു, എന്നിട്ട് തേടിയോ? ഇല്ല. കറാമത്ത് അള്ളാഹുവിൽ നിന്നുള്ള കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കാര്യം, കാര്യകാരണ ബന്ധത്തിന് അതീതമായ കാര്യമാണ്. അധീനമായ കാര്യമല്ല, അതീതമായ കാര്യമാണ്. കാര്യകാരണ ബന്ധത്തിന് അതീതമായി പടച്ചോനല്ലാതെ അത്തരം കറാമത്തുകൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചോദിക്കേണ്ട റബ്ബിനോടാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ഖുർആനിലെ 3-ാം അധ്യായം 39-ാമത്തെ വചനം. എത്ര ശ്രേഷ്ഠമാണ്.
അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, പടച്ചോനെ എനിക്ക് കുട്ടികളെ തരണേ. പടച്ചോനടാ പ്രാർത്ഥിച്ചേ. ശരീരം വാർദ്ധക്യ സഹജമായ എല്ലാ പ്രയാസത്തിലും എത്തി, തലമുടി നിലബാധിച്ച് കത്തി, എന്നിട്ട് പോലും അദ്ദേഹം പടച്ചോനടാ പ്രാർത്ഥിക്കണേ, കുട്ടികളെ തരണേ എന്ന് റബ്ബിനോടാ പറയുന്നത്, അല്ലാതെ ദർഗെ പോയിട്ടല്ല. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പ്രവാചകൻ അദ്ദേഹത്തിന് കുട്ടികളില്ലാത്ത ദുഃഖം കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ദർഗയിൽ അദ്ദേഹം വെച്ചിട്ടുണ്ടോ? അതാണ് മാതൃക. നിങ്ങൾ മാതൃക ഉദ്ധരിക്കുമ്പോ പറയേണ്ടത് എന്താ? ഉസ്താദുമാര് പറയേണ്ടത് എന്താ? ഇതാ ഇബ്രാഹിം നബി കുട്ടികളില്ലാത്ത ദുഃഖം എന്ന മഹാന്റെ ദർഗയെ പോയി പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് പറയും, ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഖുർആനിലില്ല, സ്വഹീഹായ ഹദീസിലില്ല, ചരിത്രത്തിന്റെ പിൻബലത്തോടെ ഇല്ല. പ്രവാചകന്മാർ ദുഃഖം അനുഭവിച്ചപ്പോഴും ത്യാഗം അനുഭവിച്ചപ്പോഴും റബ്ബിനോടാ. മരുഭൂമിയിലെ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചു പോയി, ജനവാസമില്ലാത്ത ജലസ്രോതസ്സില്ലാത്ത പ്രദേശത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, പടച്ചവനെ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ ഈ പട്ടണത്തെ നിർഭയത്വത്തിന്റെ പട്ടണമാക്കണേ. സൂറത്ത് ബഖറ 126. എല്ലാ പ്രവാചകന്മാർ ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ മൂസാ നബി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, പടച്ചവനെ എന്റെ ഹൃദയം വിശാലാക്കി തരണം, എന്റെ കാര്യം എളുപ്പാക്കണം, എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കയച്ചു തരണം, ഞാൻ പറയുന്ന കൗമിനെ തിരിയണം. 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാചകം പ്രാർത്ഥന പഠിച്ചവനോടാണ്. പറയൂ പ്രവാചക, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ഞാൻ മറ്റൊന്നിനോട് പ്രാർത്ഥിക്കുകയില്ല, ഒരു ശക്തിയോടും ഞാൻ പ്രാർത്ഥിക്കില്ല, ഒരു മരുഭൂമിയിലും ഞാൻ ഒരാളോടും പ്രാർത്ഥിക്കില്ല, ഒരു ആഴക്കടലിലും ഞാൻ ഒരാളോടും പ്രാർത്ഥിക്കില്ല. ആഴക്കടലിൽ വെച്ച് യൂനുസ് നബി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച? യൂനുസ് നബിനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോണ്ട്, യൂനുസ് നബി ഒരു നാട്ടിൽ വന്നു, ആ നാട്ടിൽ അങ്ങനെ ജീവിച്ചു. അവർക്കിടയിൽ ആദർശം ഇങ്ങനെ പറഞ്ഞു, ആദർശം ഇങ്ങനെ പഠിപ്പിച്ചു. ആദർശം പഠിപ്പിച്ചിട്ട് ജനം നന്നാകില്ല. ജനം എന്ന് പഠിപ്പിച്ചിട്ട് നന്നാകില്ല, പഠിപ്പിക്കാത്തോണ്ടല്ല, മാക്സിമം പഠിപ്പിച്ചു. ആ ജനം നിരാശപ്പെട്ടു, മതിയായി, മടുത്തു. അങ്ങനെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെയാണ് കപ്പലിൽ നിന്ന് ചാടേണ്ടി വന്നത്, മത്സ്യം വിഴുങ്ങിയത്. പിന്നെന്തുണ്ടായത്? അതൊരു കേട്ടോളൂ. പിന്നെന്തുണ്ടായത്? ആ നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങി വന്നു. ആ നാട്ടിലേക്ക് ആദ്യം അദ്ദേഹം തൗഹീദ് പഠിപ്പിച്ച നാട്, സുന്നത്ത് പഠിപ്പിച്ച നാട്, യഥാർത്ഥ ആദർശം പഠിപ്പിച്ച നാട്. അത് പഠിപ്പിച്ചിട്ടാണ് നിരാശപ്പെട്ടു പോയത്. മനസ്സിലായോ? തന്റെ മനസ്സിലൊരു ആദർശം ഉണ്ടായി, അത് മനസ്സിൽ വെച്ച് മിണ്ടിയില്ല ഒരാളോട്. എന്നിട്ട് നാട് വിട്ടു പോവുക, ഒരു ഈച്ച അറിയാതെ, ഒരാളും അറിയാതെ. ദീനല്ലാതെ, ഇസ്ലാം അല്ലാതെ, ഈമാനുള്ളവർക്ക് ചേർന്നതല്ലാതെ അല്ല. ഇത് ദീനല്ല, ഇത് മൻഹജുസ് സലഫ് അല്ല, പ്രവാചകന്മാരുടെ വഴിയല്ല. ഇബ്രാഹിം നബിക്ക് ആദർശപരമായി ബാപ്പാനോട് വിയോജിപ്പുണ്ടായിരുന്നു. പറഞ്ഞിട്ടാ പോയത്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പറഞ്ഞിട്ടാ പോയത്. ബാപ്പ അങ്ങനെ ഈ വിശ്വാസത്തിലാണെങ്കിൽ അപകടമാണ്, നിങ്ങൾക്ക് പ്രശ്നമാണ്, ഞാൻ ഈ ആദർശത്തിലില്ല എന്ന് പറഞ്ഞു. ബാപ്പ പറഞ്ഞു, ആദർശം പ്രഖ്യാപിച്ചിട്ട് നാട്ടുകാർ തല്ലിയായ ഒരു ഗുണുണ്ട്.